തിരുവനന്തപുരം ജില്ലയിലെ തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി യുവതിയുടെ കുടുംബം രംഗത്ത് വന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവതിയുടെ കുടുംബം നിരാഹാരമിരിക്കും. പ്രതികളെ പിടികൂടുന്നതിൽ പോലീസിന് കടുത്ത വീഴ്ചയുണ്ടായെന്നും യുവതിയുടെ കുടുംബം ആരോപിക്കുന്നു. നാളെ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും കമ്മീഷൻ ഓഫീസർക്കും ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ നിരാഹാരത്തിന് വേണ്ടി, കുടുംബക്കാരും ഞങ്ങൾ ബന്ധുക്കളെല്ലാവരും കൂടെ ചേർന്ന്, നാട്ടുകാരും കൂടെ ചേർന്ന് ഞങ്ങൾ നിരാഹാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനൊരു നീതി എന്ന് പറയുന്നത് കിട്ടുന്നില്ലല്ലോ. ഈ ഇതിനേക്കാളും വലിയ വലിയ കേസുകൾ എത്ര നിസ്സാരമായിട്ടാണ് അവർ പിടിച്ചുകൊണ്ടുവരുന്നത്. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസുമായിട്ട് അവർക്ക് നല്ല പിടിപാടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എ.വി. ജയശങ്കർ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ജയശങ്കർ, ഗുഡ് മോർണിംഗ്. ഇവരുടെ കണ്ണീരിന് അറുതി വരുത്താൻ എന്താണ് അധികാരികൾ ഇടപെടാത്തത്? ആരെങ്കിലും ഇതിന്റെ പിന്നിൽ കളിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ് SKN. ഇന്ന് 10 ദിവസം തികയാണ് ഷഹ്ന ആത്മഹത്യ ചെയ്തിട്ട്. പക്ഷേ ഇതുവരെ പ്രതികളെ പോലീസിനെ പിടികൂടാനായിട്ടില്ല. ആ പ്രതികളെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള കൃത്യമായ അന്വേഷണം നടത്തുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കേരളത്തിന് പുറത്തടക്കം തിരുവല്ലം പോലീസിന്റെ പ്രത്യേക സംഘം അന്വേഷണം നടത്തുന്നുണ്ട്. പക്ഷേ ഒരു പ്രയോജനം ഉണ്ടാകുന്നില്ല എന്നതാണ് വസ്തുത. ഇതുവരെ പ്രതികളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പോലീസ് നേരിടുന്ന വലിയ പ്രതിസന്ധി പ്രതികൾ മൊബൈൽ ഫോണും മറ്റും ഉപയോഗിക്കാത്തതിനാൽ ടവർ ലൊക്കേഷനും മറ്റും കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്താൻ സാധിക്കുന്നില്ല. ഇതുകൊണ്ടാണ് പ്രതികളെ പിടിക്കാൻ വൈകുന്നതെന്നാണ് പോലീസിന്റെ ഒരു വിശദീകരണം. പക്ഷേ പ്രതികൾക്കായി കൃത്യമായ അന്വേഷണം നടത്തുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതിഷേധം കടുപ്പിക്കാനാണ് ഷഹനയുടെ കുടുംബത്തിന്റെ തീരുമാനം. സെക്രട്ടേറിയറ്റ് പടിക്കൽ വരും ദിവസങ്ങളിൽ തന്നെ ഇവർ നിരാഹാരമിരിക്കും. ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതി നൽകാനും കുടുംബം ആലോചിക്കുന്നുണ്ട്. തങ്ങൾക്ക് നീതി ലഭിക്കുന്നതുവരെ നിരാഹാര സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. കാരണം പല കേസുകളിലും എളുപ്പത്തിൽ പ്രതികളെ പിടികൂടിയ പോലീസ് ഈ വിഷയത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ മെല്ലപ്പോക്ക് കാണിക്കുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. അത് ന്യായവുമാണ്. കാരണം 10 ദിവസമായി ഇതുവരെ പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചിട്ടില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതിഷേധങ്ങളിലേക്ക് കുടുംബം നീങ്ങുന്നു. പ്രതികളെ പിടികൂടാൻ പോലീസിന്റെ ഭാഗത്തുനിന്നും ശ്രമമുണ്ടാകുന്നു. എന്തായാലും വരും മണിക്കൂറുകളിൽ കുടുംബം കൂടുതൽ പ്രതികരണങ്ങളുമായി എത്തും. പോലീസ് പ്രതികളെ പിടികൂടാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ആകാംക്ഷ. എന്തായാലും പോലീസിന്റെ അന്വേഷണം വിപുലമായ രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. SK. Okay, thank you, Abu Hannat. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.